ഹായ് ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയാണ്. മലയാളം ഭാഗം 1 പാഠപുസ്തകമാണ്. നമ്മൾ നോക്കുന്ന ചാപ്റ്റർ പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന പാഠമാണ്. ആദ്യത്തെ യൂണിറ്റ് ഉള്ളിലുയിർക്കും മഴവില്ല്, അതിലെ സുഹൃതഹാരങ്ങൾ അമ്മ 2 ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ് 9 കേരള പാഠാവലി പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് അത് നോക്കിയാൽ ലഭിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, പ്ലേലിസ്റ്റ് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് തരാം. അപ്പോൾ നമുക്ക് നോക്കാം. പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ. കഥയുടെ മുഴുവനായിട്ടുള്ള വിശദീകരണം, അതുപോലെ തന്നെ അതിൽ വരുന്ന ചോദ്യോത്തരങ്ങൾ, പ്രവർത്തനങ്ങൾ, ഇവയുടെ ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മോഡൽ ചോദ്യപേപ്പറും ഉത്തരങ്ങൾ എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നിന്ന് ലഭിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ. മനുഷ്യരെ മാത്രമല്ല, പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളെയും സഹജീവികളായി കാണാൻ കഴിയണം. അവർക്കിടയിൽ അവരിൽ ഒരാളായി ജീവിക്കാൻ കഴിയണം, പ്രശാന്തമായ മനസ്സോടെ. നമ്മളെപ്പോൾ തന്നെ ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അല്ലേ? പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ. പാത്തുമ്മയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല. അതിലെ കഥാപാത്രങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇത് എൻ്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന് ഓർക്കണം. വൈക്കം മുഹമ്മദ് ബഷീറാണ് കേട്ടോ പറയാൻ പോകുന്ന ആള്. ഇത് ബഷീറിൻ്റെ വീട്ടിലെ സത്യമായ കഥയാണ്. വീട്ടിലെ താമസക്കാർ ആരൊക്കെയാണെന്ന് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. വെറുതെ പറയുന്നു എന്ന് മാത്രം, വിവരണമില്ല. ഒരു ഖണ്ഡിക അവരുടെ ലിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് വായിക്കാൻ ബഷീറിനെ നേരിട്ടറിയാവുന്നവർക്ക് താല്പര്യം തോന്നിയേക്കാം. കഥാകൃത്തായ ബഷീറിന്റെ വീടും സാഹചര്യവും എന്താണെന്നറിയാൻ കൗതുകമുള്ളവർക്കും താല്പര്യം തോന്നാവുന്നതാണ്. ഈ 2 വിഭാഗങ്ങളിലും പെടുന്നവർ ചുരുക്കമാണ്. പക്ഷേ പാത്തുമ്മയുടെ ആട് വായിച്ചു രസിക്കുന്നവർ നിരവധിയാണ്. പാത്തുമ്മയുടെ ആട് എന്ന കഥ എഴുതിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ നടക്കുന്ന ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു കഥയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വായിക്കാത്തവരാണെങ്കിൽ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. വിരസമായി തീരാവുന്ന വസ്തുതകൾ പോലും ബഷീറിന്റെ അനുഗ്രഹീതമായ തൂലികയുടെ സ്പർശത്താൽ എങ്ങനെയോ രസപ്രദമായി തീരുന്നു. പ്രാരംഭത്തിൽ വീട് വിവരിക്കുന്നത് ഒരു വാക്യം കൊണ്ടാണ്. ഓലമേഞ്ഞ ഒരു ചെറിയ 2 മുറികളും ഒരു അടുക്കളയും 2 വരാന്തകളുമുള്ള കെട്ടിടമാണ് എൻ്റെ വീട്. അദ്ദേഹത്തിന്റെ വീടിനെ കുറിച്ച് പറയാണ് കേട്ടോ. ഓലമേഞ്ഞൊരു വീടാണ്. ഇതിലധികം ആവശ്യമില്ല. ആ വീട് നമുക്ക് നേരെ കാണാം. അപ്പോൾ ആ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചിത്രത്തിൽ ഒരു രസകരമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ആട്, കോഴി, പൂച്ച, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഊരു ചുറ്റലിന് ശേഷം പ്രശാന്തി തേടിയാണ് ബഷീർ ഇവിടെ എത്തിയിരിക്കുന്നത്. അവിടെ എന്തു ശാന്തതയാണ് കിട്ടുക? 2 സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും, ഒരു സഹോദരിയും ഭർത്താവും മക്കളും ഏറ്റവും ഇളയ സഹോദരനും, ഇത്രയും അംഗങ്ങളാണ് ആ വീട്ടിലുള്ളത്. അപ്പോൾ ഒരു കുറേ ആളുകൾ താമസിക്കുന്ന ഒരു ചെറിയ വീടാണ്. മനുഷ്യകുലത്തിൽ പെടാത്തവരും അവിടെ അംഗങ്ങളായിട്ടുണ്ട്. എവിടുന്നോ വന്ന് കുടിയേറി ഉമ്മായുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ, അവരെ പേടിച്ച് മച്ചുംപുറത്ത് സദാ ഓടി നടക്കുന്ന 1,000 എലികൾ, പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന കുറേയേറെ കാക്കകൾ, ഇതിനെല്ലാറ്റിനും പുറമെ എൻ്റെ ഉമ്മായുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ 100 കോഴികൾ, അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ, ഇവരെ റാഞ്ചിക്കൊണ്ടുപോയി തിന്നു ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളിൽ, ഇത്രയും ഒരു വീടിന് ചുറ്റുമുണ്ട് കേട്ടോ. വീടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ചന്ത കൂടിയ ബഹളമാണ് അവിടെ എപ്പോഴും. ഈ ബഹളത്തിന്റെ മധ്യത്തിൽ അതാ വരുന്നു ചുറുചുറുക്കുള്ള ഒരു ആട്, തവിട്ടു നിറമുള്ള ഒരു പെണ്ണാട്. അതാണ് പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന ആട് കേട്ടോ. ആരെയും കൂസാതെ വീട്ടിനുള്ളിൽ കടന്ന് അത് സർവ്വവിധമായ സ്വാതന്ത്ര്യം കാണിക്കുന്നു. ആരും അതിനെ നിയന്ത്രിക്കുന്നില്ല, ആർക്കും അതിന് അവകാശമില്ല. കാരണം അത് പാത്തുമ്മയുടെ ആടാണ്. ആരാണ് പാത്തുമ്മ? ബഷീറിന്റെ സഹോദരി. ബഷീറിന്റെ സഹോദരിയായ പാത്തുമ്മയുടെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, പെണ്ണുങ്ങളുടെ വഴക്ക്, വർത്തമാനം, ഇവ എപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മധ്യത്തിലാണ് ബഷീർ വന്നിരിക്കുന്നത്, പ്രശാന്തത തേടി. അപ്പോൾ ബഷീർ എഴുത്തുകാരനാണ്. അപ്പോൾ ഒരു റെസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ആ വീട്ടിൽ സമാധാനം കിട്ടുക, അല്ലേ? അത്രയും ബഹളമാണ്. ഇനിയും പലതുമുണ്ട് അനുഭവങ്ങൾ. സഹോദരിമാർ രഹസ്യമായി ബഷീറിനെ സമീപിക്കുന്നു. വല്ലിയിക്കാക്ക ഒരാൾക്ക് കമ്മൽ പണിയിച്ചു കൊടുക്കണം, മറ്റൊരാൾക്ക് വല്ലിയിക്കാക്ക പാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി. ഉമ്മായ്ക്കും ഇടയ്ക്കിടെ പറയാനുള്ളത് രൂപ വേണമെന്നാണ്.
നീ എനിക്ക് കുറച്ച് രൂപ താ. അബൂബക്കർ: അബു: ഒരു ചെറിയ കാര്യമേ പറയുന്നുള്ളൂ. വലിയ കാക്ക, നമുക്ക് ഈ മുറ്റം കെട്ടിക്കണം, പെരയുടെ കൂട് മാറ്റി ഓടിടിയിക്കണം. അപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ ആ വീട്ടുകാർക്ക് ഉണ്ട്. അതെല്ലാം ബഷീറിനോട് പറയുന്നുണ്ട്. ആവശ്യങ്ങൾ ഇങ്ങനെ അനേകമുണ്ട്. ഉമ്മ, സഹോദരന്മാർ, സഹോദരികൾ, അവരുടെ മക്കൾ, ഇവരെല്ലാവരും ഇടയ്ക്കിടെ ബഷീറിനെ സമീപിക്കുകയും ഓരോ തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. അവ സാധിക്കാൻ പ്രയാസമില്ല. പക്ഷെ പണം വേണം, ധാരാളം പണം വേണം. അതെവിടെ നിന്ന് കിട്ടും? വലിയ ധനികനായി ബഷീർ വന്നിരിക്കുന്നു എന്നാണ് അവരുടെ വിചാരം. പക്ഷെ ബഷീർ പൈസ ഒരുപാട് പണക്കാരനായിട്ടല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ വിചാരം അങ്ങനെയാണ്. ഇത്തരം രംഗങ്ങൾക്കും ചിത്രങ്ങൾക്കും ഇടയിലാണ് ബഷീർ എന്ന എഴുത്തുകാരന്റെ രൂപം ഉയർന്നു തെളിഞ്ഞു പരിലസിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ വഴക്കുകളിലും മുതിർന്നവരുടെ അഭ്യർത്ഥനകളിലും ആടിന്റെ വികൃതികളിലും പക്ഷികളുടെ ചലനങ്ങളിലും ചാമ്പയുടെ ചന്തത്തിലും മറ്റും വിനോദിച്ചുകൊണ്ട് ബഷീർ നേരിയൊരു മന്ദഹാസത്തോടുകൂടി ഒരു യോഗിയെപ്പോലെ വിലസുന്നത് നാം കാണുന്നു. ജീവജാലങ്ങളുടെ നാനാവിധമായ ചേഷ്ടകളും ഭാവവിശേഷങ്ങളും ലീലയായി ദർശിക്കുന്ന സൃഷ്ടാവിനെ ബഷീർ ഇവിടെ അനുസ്മരിപ്പിക്കുന്നു. ചാമ്പയ്ക്ക് പറിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നിടത്ത് ബഷീർ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നു. എം ഗോവിന്ദൻ, സ്വന്തം ഭാര്യ ഡോക്ടർ പത്മാവതി, മകൾ ബാല, കെ.എ. കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ പോലും ഈ ലോകത്തിൽ കത്തിലൂടെ സ്ഥാനം പിടിക്കുന്നു. മുഖ്യ കഥാപാത്രമായ ആട് സർവത്തെയും അതിലംഘിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ ഒരു പ്രതീകമായി വളർന്നു വരുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു. ചെറിയൊരു കൃതിയാണെങ്കിലും വസ്തുതകൾ നിരത്തി വയ്ക്കുന്ന കൃതിയാണെങ്കിലും ഇത് ഒരു പ്രത്യേക ലോകം നമ്മുടെ ആന്തരിക നേത്രങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളും എല്ലാം പരസ്പരം ദുരൂഹമാംവിധം ബന്ധപ്പെടുന്ന ഒരു ലോകം, അഖണ്ഡമായ ലോകമാണത്. എല്ലാവരും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ലോകം, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കഥ വായിച്ചതിന് ശേഷം ആ കഥ എന്താ പറയുക, പ്രൊഫസർ M.K. സാനു ആണ് ഈ ഒരു ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അതിൽ നിന്നൊരു ചെറിയ അതിൽ വായിച്ചത് എന്തൊക്കെയാണ് അതിനെ വെച്ചിട്ട് ഇത് എഴുതിയിരിക്കുന്നതാണ്. ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിന്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരെ നയിക്കുന്ന ഈ തമാശ കഥയുടെ വൈശിഷ്ട്യം വിശദമാക്കാൻ പ്രത്യേക പഠനങ്ങൾ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ബഷീറിന്റെ സർഗാത്മകതയിൽ നിന്ന് മലയാളത്തിന് ലഭിച്ച ഒരു രത്നമായി ഈ കൃതിയെ ഭാവി തലമുറ വാഴ്ത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ മാറിയിരിക്കുന്നു. മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവവും മാറും. പ്രകൃതിയുമായി മനുഷ്യനുള്ള ബന്ധവും ഇല്ലാതെയായെന്ന് വരാം. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചു കൊണ്ടിരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ബഷീർ പ്രൊഫസർ M.K. സാനു ആണ് ഇതിൻ്റെ രചനാകാരൻ. അപ്പം നമുക്കിനി ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യ ചോദ്യം: പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥയാണ് എന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാവാം? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ബഷീറിന്റെ ജീവിതത്തിലെ നേർക്കാഴ്ചകളാണ് പാത്തുമ്മയുടെ ആടിന്റെ മുഖ്യ പ്രമേയം. നാളുകൾക്ക് ശേഷം തന്റെ വീട്ടിലേക്ക് വന്ന ബഷീറിനോട് സഹോദരങ്ങളും അമ്മയും തങ്ങളുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. നാട് ചുറ്റി വളരെ ധനികനായാണ് താൻ തിരിച്ചു വന്നിരിക്കുന്നത് എന്നാണ് എല്ലാവരുടെയും വിചാരം. എന്നാൽ വീടിനു വേണ്ടി എല്ലാം ചെയ്യണമെന്ന ആഗ്രഹം ബഷീറിനുമുണ്ട്. തന്റെ ദാരിദ്ര്യത്തെ പുരപ്പുറത്തു നിന്നു ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് വിളിച്ചു പറയുകയാണ് ബഷീർ. തന്റെ ഓരോ കൃതികളിലും ഇതിന്റെ ഇടയിൽ തന്റെ കൂടപ്പിറപ്പുകളും ഭൂമിയുടെ അവകാശികളായ സകല ചരാചരങ്ങളും ബഷീറിന്റെ നോവലിലെ കഥാപാത്രങ്ങൾ ആകുന്നുണ്ട്. ചന്ത കൂടിയ ബഹളമാണ് അവിടെ. ഉമ്മായുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറെ പൂച്ചകൾ പ്രശാന്തി തേടിയെത്തിയ ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ചർച്ച ചെയ്യുക. തന്റെ വീട്ടിലേക്ക് നാളുകൾക്ക് ശേഷം ഇച്ചിരി ശാന്തിതൻ ശർക്കര നുണയാൻ കടന്നു വന്നതാണ് ബഷീർ. എന്നാൽ തന്റെ ചെറിയ വീട്ടിൽ പൂച്ചകളും ആടും പോലും അന്തേവാസികളാണ്. കുട്ടികളേക്കാൾ ഉണ്ട് കേട്ടോ, ഒരു ദീർഘം വേണം ഇവിടെ. കുട്ടികളേക്കാൾ കുട്ടിത്തമുള്ള മനുഷ്യരും ഭൂമിയിലെ ജീവജാലങ്ങളും ബഷീറിന്റെ ചിന്തകളിൽ ചിലപ്പോഴൊക്കെ ഭ്രാന്ത് പൂക്കുന്നതിനും ചിന്തകളിൽ ഒരേ സമയം വെളിച്ചം നിറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ദീർഘം വേണം. തന്റെ വീടിന്റെ പരിസരവും ജീവജാലങ്ങളും അവയുടെ ചിന്തകൾ പോലും ജീവിതത്തിന്റെ ഭാഗമാകുകയാണ് ചെയ്യുന്നത്. ആ ജീവിതം തന്നെയാണ് കഥയാകുന്നത്. ആ കഥ വായിക്കുന്ന ഓരോ വായനക്കാരനും ബഷീറിന്റെ കഥാപ്രപഞ്ചത്തിനുള്ളിലേക്ക് അറിയാതെ തന്നെ കടന്നു പോവുകയും അതിൽ തന്നെ ഹൃദയമുടക്കി കിടക്കുകയും ചെയ്യുന്നു. അടുത്തത്, ഇനി നമുക്ക്
MK സാനു പറയുന്നതും ഡോക്ടർ എസ് ശാരദക്കുട്ടിയുടെ വരികളും ഇവിടെ തന്നിട്ടുണ്ട്. ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചുകൊണ്ടിരിക്കും. ഇത് പ്രൊഫസർ MK സാനു പറഞ്ഞതാണ്. എഴുത്തുകാരുടെ ഓരോ കാൽവയ്പിലെയും ദീർഘദൂരങ്ങളെ അളക്കാൻ കഴിയുന്ന വായനക്കാരെയാണ് നല്ല പുസ്തകങ്ങൾ തേടുന്നത്. പാത്തുമ്മയുടെ ആട് നമ്മെ നല്ല വായനക്കാരാക്കുന്നു. വീടാക്കടങ്ങൾ എന്നുള്ളതാണ്. സോ പാത്തുമ്മയുടെ ആടിനെ കുറിച്ചുള്ള 2 എഴുത്തുകാരുടെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇതാണ് ആ കുറിപ്പ്. ഈ ചെറിയ കൃതിയുടെ ഗഹനത എന്ന MK സാനു മാഷിന്റെ വാക്കുകളിൽ തന്നെ കൃതിയുടെ ആഴവും പരപ്പും വ്യക്തമാകുന്നുണ്ട്. മലയാള സാഹിത്യത്തിലെ ലാളിത്യത്തിന്റെ കൊടുമുടിയാണ് ബഷീർ. ഏറ്റവും ലളിതമായ തന്റെ ചുറ്റുപാടും തന്റെ കഥനങ്ങളും തനിക്കു ചുറ്റും സഹവസിക്കുന്ന ജീവികളും കൂടിക്കലർന്ന ഒരു ആവിഷ്കാരമാണ് പാത്തുമ്മയുടെ ആട്. എത്രത്തോളം സരളത ഉണ്ടോ അത്രത്തോളം ശാകല്യവും നമുക്ക് ഈ കൃതിയിൽ കാണാം. നമുക്ക് ചുറ്റുമുള്ള ജീവിതത്തെ, ചെറുജീവികളെ കൂടി ജീവിതത്തോട് രസകരമായി ചേർത്ത് നിർത്തിയാണ് ആവിഷ്കരിക്കുന്നത്. ജീവിതത്തിന്റെ ദീർഘവീക്ഷണത്തെ എത്രയും മനോഹരമായി അവതരിപ്പിക്കുന്ന മറ്റൊരു കൃതിയും വേറെയില്ല. പാത്തുമ്മയുടെ ആട് നല്ല ഒരു വായനാനുഭവം സൃഷ്ടിക്കുന്നു. നല്ല വായനാനുഭവം വായനക്കാരന്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മായുകയില്ലല്ലോ. അത്രത്തോളം ആഴമുള്ള വേദനകൾ പോലും മധുരമുള്ള തമാശയായി അവതരിപ്പിക്കപ്പെടുമ്പോൾ വായനക്കാരന്റെ ഹൃദയത്തിൽ നല്ല വായനയുടെ ലോകം തീർക്കുന്നു. ഇനി സൃഷ്ടി, സൃഷ്ടാവ്, അനുഗ്രഹം, അനുഗ്രഹീതൻ ഇത്തരം പദജോടികൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അവ ഉൾക്കൊള്ളുന്ന ഭാഷാപരമായ സവിശേഷതകൾ വിശകലനം ചെയ്യുക. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് ആദ്യം നമുക്ക് നോക്കാം. നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഇത്തരത്തിൽ പുതിയ പദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഭാഷയിൽ സാധാരണമാണ്. കൂടുതൽ ഉദാഹരണങ്ങളാണല്ലോ. സൃഷ്ടി എന്ന നാമരൂപത്തിൽ നിന്നുണ്ടായ മറ്റൊരു പദമാണ് സ്രഷ്ടാവ്. അതുപോലെ അനുഗ്രഹം എന്നതിൽ നിന്ന് അനുഗ്രഹീതൻ, മിടുക്ക്, മിടുക്കി, മിടുക്കൻ, സാമർത്ഥ്യം, സമർത്ഥൻ, സമർത്ഥ, സ്വാതന്ത്ര്യം, സ്വതന്ത്രൻ, സ്വതന്ത്ര. ഓക്കെ, എങ്ങു മനുഷ്യന് ചങ്ങല, കൈകളിൽ എങ്ങൻ കൈകൾ, നൊന്തിയിടുകയാണെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം, വീഴുവതെന്റെ പുറത്താകുന്നു. ആഫ്രിക്ക, NV കൃഷ്ണവാര്യർ. നിരുപാധികമായ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചിത്രങ്ങളാണ് മുകളിൽ നൽകിയ കാവ്യഭാഗത്തും യൂണിറ്റിലെ രചനകളിലും തെളിയുന്നത്. മാനവിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. രചനകളും സമകാലിക ലോക സാഹചര്യങ്ങളും ആസ്പദമാക്കി കെട്ടിപ്പടുക്കാം വിശ്വസാഹോദര്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. നമുക്ക് നോക്കാം. അപ്പോൾ കെട്ടിപ്പടുക്കാം വിശ്വസാഹോദര്യം ഹെഡിങ് കൊടുക്കുക. എവിടെയൊക്കെ മനുഷ്യർ അടിച്ചമർത്തപ്പെടുന്നുവോ, എവിടെയൊക്കെ മനുഷ്യർ എഴുന്നേൽക്കാൻ വേണ്ടി പിടയുന്നുവോ അവിടെയൊക്കെ ജീവിക്കുന്ന പോരാളി എന്ന് കവി എന്ന വാക്കിന് ഒരു പര്യായം സൃഷ്ടിച്ചു വെച്ചു NV കൃഷ്ണവാര്യർ. എക്കാലത്തും വാക്കിനെ അദ്ദേഹം അതിജീവിതത്തിനുള്ള സമരായുധമാക്കി മാറ്റി. മനുഷ്യ ജീവിതത്തിൽ പാരസ്പര്യവും സ്നേഹവും അനിവാര്യതയാണ്. ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ആണ് പരസ്പരമുള്ള സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. പരസ്പരം സഹോദരൻ എന്ന് പോലും തിരിച്ചറിയാത്തൊരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത് ഉപന്യാസം കുറച്ചുകൂടി വേണം. ഇതിൽ ഞാനിപ്പോൾ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഉപന്യാസത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഉപന്യാസം ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാം. ഇത് വളരെ ചെറുതാണ്. ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മധ്യത്തിലാണ് ബഷീർ വന്നിരിക്കുന്നത്. പ്രശാന്തത തേടി ചാമ്പയ്ക്ക പറിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നിടത്ത് ബഷീർ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ രസകരവും നാടകീയവുമായ ഒട്ടേറെ സന്ദർഭങ്ങൾ പാത്തുമ്മയുടെ ആടിൽ കാണാം. നോവലിൽ നിന്ന് ഇതുപോലുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തി റോൾ പ്ലേ അവതരിപ്പിക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്, റോൾ പ്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഉപന്യാസം കൂടുതൽ വലിയതായിട്ട് ഉപന്യാസം എന്തായാലും കുറച്ചധികം വേണം. ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയത് തീരെ ചെറുതാണ്. അത് എഴുതിയാൽ നിങ്ങൾക്ക് അത് വളരെ ചെറുതായി പോയി. അപ്പോൾ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ വേറെ ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യൂണിറ്റ് 1 ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. യൂണിറ്റ് 1-ലെ 3 ചാപ്റ്ററുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.